ഇല്ല. നിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടത്. നിനക്ക് ഞാൻ അങ്ങനെയല്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ ഫ്രണ്ടായിട്ട് കാണാത്ത ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്കിനി വേണ്ട. എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയടി നിന്നെ ഞാൻ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടിട്ടില്ലെന്ന് പറയാൻ? ശരിയാ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമായിരുന്നില്ല, എൻ്റെ ആരൊക്കെയോ ആയിരുന്നു. നിന്നെ ഇഷ്ടപ്പെടുന്നത്ര ഞാൻ ഇതുവരെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ അന്ന് അശ്വിനേട്ടൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു പറഞ്ഞ അന്ന് ഞാൻ ഇങ്ങനെ എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു പൊട്ടത്തി. അങ്ങനെയായിരുന്നല്ലേ, ഞാൻ എന്താ ഓർക്കാഞ്ഞേ? നിനക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട്. ആ പ്രോബ്ലം സോൾവ് ആയി. പക്ഷേ ആ വീഡിയോ ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. എന്നാലും അതിൻ്റെ ഇടയിൽ അവനെപ്പോഴാ വീഡിയോ എടുത്തേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ജീവാ, ഓ എന്തോ? നീ ആ വീഡിയോ അശ്വിൻ ചേട്ടന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കോ? എന്ത് ഞാനോ? ഡീ, അവനെങ്ങാനും പൊക്കിയ തീർന്ന്. നിനക്കവനെ അറിയില്ല. എനിക്കല്ല, നിങ്ങൾക്കൊക്കെ അവനെ ശരിക്കും അറിയാത്തെ. എന്താ പറഞ്ഞേ? അതൊന്നുമില്ല, നീ ഒന്ന് അത് ഡിലീറ്റ് ചെയ്യ്. അല്ലെങ്കിൽ അവൻ ഇനി അതിന്റെ പേര് പറഞ്ഞ് എനിക്കിട്ട് അടുത്ത പണി തരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ പേടിക്കണ്ട, ഞാൻ ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ ക്ലാസ്സിൽ പോയിക്കോ, ഞാൻ ഇപ്പം വരാം. അശ്വിനേട്ടാ. ഫെലി, എന്താടാ? എനിക്ക് ഏട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. അതിനെന്താ, നീ പറഞ്ഞോടാ. എവിടെ നിന്നല്ല, ഏട്ടൻ എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വാ. ഇനി പറ, എന്താ? ഏട്ടൻ ചെയ്യുന്നത് ശരിയല്ല. ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. എന്ത് ശരിയല്ലാന്ന്? ഏത് വീഡിയോ? നീ എന്തൊക്കെയാടേ പറയുന്നേ? അശ്വിനേട്ടാ, അധികം ആക്ട് ചെയ്യാൻ നിൽക്കണ്ട. ആമി പബ്ബിൽ പോയത് ഞാൻ കാരണമാണ്. അത് അവൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ഒന്നല്ല. 2-3 ദിവസമായിട്ട് അവളുടെ മൂഡ് തീരെ ശരിയല്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ അവളൊട്ടും പറയുന്നുമില്ല. ഏട്ടനുമായിട്ട് അതിനെന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താ ശരിക്കും സംഭവിച്ചതെന്ന് അവൾ പറയുന്നില്ല. അത് അവളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ കാരണം അവൾക്കൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അശ്വിനേട്ടൻ അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. ഫെലിക്സ്, എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു വീഡിയോ ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിടാന്ന് ഏട്ടൻ വിചാരിക്കണ്ട. ഏട്ടൻ്റെ കയ്യിൽ വീഡിയോ ഇല്ലെങ്കിൽ പിന്നെ ആമീനോട് എന്തിനാ ഏട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞേ? അവളെന്തിനാ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നേ? വീഡിയോ ഇല്ലെങ്കിൽ ഏട്ടൻ അങ്ങനെയൊന്നും പറയില്ലായിരുന്നല്ലോ. അയ്യോ ഞാൻ പറഞ്ഞത് സത്യമാണ്. നീ എൻ്റെ ഫോൺ ചെക്ക് ചെയ്തോ? എടുത്തോ, എന്നിട്ട് നോക്ക്. അത് വേണ്ട. പിന്നെ എന്തിനാ അവളെ വെറുതെ ഇങ്ങനെ കളിപ്പിക്കുന്നേ? ഏട്ടൻ്റെ ടൈം പാസിന് പറ്റി ഒരുപാട് ഗേൾസ് ഇവിടെ കാണും. ആമീനെ വെറുതെ വിട്ടൂടെ? അതൊരു പാവമാണ്. അവളെക്കുറിച്ച് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല, വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ പെണ്ണ അവള്. എന്ത്? അതെ, എനിക്ക് അവളെ ഇഷ്ടമാണ്, വർഷങ്ങളായിട്ട്. പക്ഷെ അതും പറഞ്ഞ് അവളുടെ അടുത്ത് ചെന്ന് അവൾ മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് അവളെ എൻ്റെ കൂടെ നിർത്താൻ വേണ്ടി ചെയ്തതാ. അല്ലാതെ അവളെ വേദനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. പിന്നെ ആർദ്ര ഒരിക്കലും അശ്വിൻ്റെ ഒരു ടൈം പാസ് അല്ല. ഞാൻ അവളെ സ്നേഹിക്കുന്നത് വെറും കോളേജ് ടൈം പാസിന് വേണ്ടിയിട്ടല്ല, ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാ. ഏട്ടാ, ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ ആണോ പറയുന്നേ? അങ്ങനെ തന്നെ ആയിരിക്കണം, അല്ലാതെ അവളെ അങ്ങനെ സങ്കടപ്പെടുത്തിയ. നീ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് 1 ഇയർ പോലും ആയില്ലല്ലോ. കുറച്ച് മാസം കൊണ്ടുള്ള അടുപ്പത്തിൽ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? പറ്റും, എനിക്ക് പറ്റും. അവർ 3 പേരും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് മാത്രമല്ല, എൻ്റെ കൂടെപ്പിറപ്പ് തന്നെയാ. ഓ അങ്ങനെ. അല്ല, ഈ കൂടെപ്പിറപ്പുകൾ നിന്റെ എല്ലാ കാര്യത്തിലും ഇതുപോലെ കൂടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് നിൽക്കും. എൻ്റെ ഫ്രണ്ട്സിനെ എനിക്കറിയാം. ഞാൻ അവരോട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. അവരെൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാറുമുണ്ട്. ആഹാ, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ടോ? എന്നിട്ട് എന്തേ അശ്വറിൻ്റെ കാര്യം അവരോട് പറഞ്ഞില്ല? ഫസ്റ്റ് ഇയർ വേറെ കോളേജിൽ പഠിച്ച നീ സെക്കൻഡ് ഇയറിൽ ഇങ്ങോട്ടേക്ക് വന്നത് അവന് വേണ്ടിയല്ലേ? അതെങ്ങനെ? ഇതെങ്ങനെ എനിക്കറിയാം എന്നല്ലേ? അതൊക്കെ അവിടെ കിട്ടെ. നീ എന്താ ഈ ഒരു കാര്യം മാത്രം നിന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചേ? ബാക്കി എല്ലാ കാര്യത്തിലും നിന്റെ കൂടെ നിൽക്കുന്നവർ ഇതിൽ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതേട്ടാ, ഇതറിഞ്ഞാൽ അവരിപ്പം എന്നോട് കാണിക്കുന്ന ഈ അടുപ്പം അതില്ലാതായാലോ? ഈ ബോണ്ട് പോയാലോ? എന്നെ അവോയ്ഡ് ചെയ്താലോ? എനിക്കത് സഹിക്കില്ല. എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇതൊക്കെ അവരോട് പറഞ്ഞാലോ. പക്ഷേ ഇത് കേട്ട അവരുടെ റിയാക്ഷൻ, എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുക. അവരെന്നെ വെറുത്താലോ? ഫെലിക്സ്,
എന്തിന്? അതിന് ഒരാളെ ഇഷ്ടപ്പെടുന്നത് എത്ര വലിയ തെറ്റാണോടാ? പിന്നെ നീ ഒരു ബോയിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ? ഡാ ഫെലി, ഈ ഭൂമിയിൽ ആരും ഇഷ്ടപ്പെടാനുള്ള അവകാശമുണ്ട്. പരസ്പരം രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. പിന്നെ ബോയ്ക്ക് ഒരു ഗേളിനെയും ഗേളിന് ഒരു ബോയിനെയും മാത്രമേ ഇഷ്ടപ്പെടാവൂന്ന് ഒരു നിയമത്തിലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. സെയിം ജെൻഡറിലുള്ളവർ തമ്മിൽ സ്നേഹിക്കുന്നത് എന്തോ വലിയ അപരാധമാണെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ നോക്കാൻ നിൽക്കണ്ടടാ. പിന്നെ ഈ ലോകം മുഴുവൻ പച്ചക്കൊടി കാണിച്ചിട്ട് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ നോക്കിയിരിക്കലേ ഉണ്ടാവും, ഒന്നും മുന്നോട്ട് പോകാൻ പോകുന്നില്ല. പിന്നെ നിന്റെ ഫ്രണ്ട്സ് ഈ പറഞ്ഞ കൂട്ടത്തിൽ പെടുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും, നിന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ പേരിൽ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നിന്നെ ആരെന്ത് പറഞ്ഞാലും എന്നോട് പറഞ്ഞാൽ മതി. ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് നിനക്ക് വേണ്ട എല്ലാ കാര്യം ചെയ്യാനും നിന്റെ എന്ത് പ്രശ്നം സോൾവ് ചെയ്യാനും ഈ ഞാനുണ്ടാവും. അശ്വിനേട്ടാ, ഞാൻ ഏട്ടനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ആമീൻ്റെ കാര്യത്തിൽ ഏട്ടനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഏട്ടൻ എൻ്റെ കൂടെ നിൽക്കുന്നില്ലേ? ഏട്ടാ സോറി ഏട്ടാ. ഏയ് ഫെലി, എന്താടാ ഇത്? കുറച്ചു നേരം മുമ്പ് ഞാൻ കണ്ട ഫെലിക്സ് അല്ലല്ലോ ഇത്. നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആമിക്ക് വേണ്ടിയല്ലേ. നിന്നെപ്പോലൊരു നല്ല ഫ്രണ്ടിനെ അവൾക്ക് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കല്ലേടാ വേണ്ടേ? ആ, ഏട്ടൻ അവളെ ഇഷ്ടമാണെന്ന് എപ്പോഴാണ് അവളോട് പറയാൻ പോന്നെ? അറിയില്ല, പറയണം, കുറച്ചറിയട്ടെ. അല്ല, നിനക്കിപ്പോൾ ക്ലാസ് ഇല്ലേ? ആ, ഉണ്ടെന്നാ തോന്നുന്നേ. ആ, അത് ശരി. എന്നിട്ടാണോ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേ? പോയി ക്ലാസ് കയറ്. ഓ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ പോവാണേ, പിന്നെ കാണാം. ഡാ ഫെലി, ഡാ നിനക്കിതെന്തു പറ്റി? മുഖത്ത് ഭയങ്കര സങ്കടം. എന്നെ കാണാഞ്ഞിട്ടാണോ? അതല്ലേടാ, ആമി എന്നോട് പിണങ്ങി. അവൾക്കിപ്പം എന്നോട് ഭയങ്കര ദേഷ്യ. ആമി പിണങ്ങാനോ? എന്തു പറ്റി? അത് ശരി, ഇതിനാണോ നീ ഇങ്ങനെ സെഡ് അടിച്ചിരിക്കുന്നേ? ഡാ നിനക്കറിയില്ലേ അവളെ? ഇപ്പം പിണങ്ങി കിടന്നാൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതൊക്കെ മറന്ന് അവൾ തന്നെ വീണ്ടും നിൻ്റെ അടുത്തോട്ട് വരും. സോ ഈ ചെറിയ കാര്യം ആലോചിച്ച് എൻ്റെ ചെക്കൻ ഇങ്ങനെ സെഡ് അടിച്ചിരിക്കല്ലേ. നീ ഇങ്ങ് വന്നേ, നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് 2 സമൂസ കഴിക്കാം, വാ. ഞാൻ എന്തിനാ അച്ചേട്ടനെ ഹഗ് ചെയ്തേ? അയ്യോ, ചേട്ടൻ എന്ത് കരുതി കാണും. എന്റെ ആമി, നിനക്കിത് എന്തിന്റെ കേടായിരുന്നു? ആമി, നീ എന്തിനാ ഫെലിക്സിനോട് അങ്ങനെയൊക്കെ പറഞ്ഞ? അവനത് നന്നായിട്ട് ഫീൽ ആയിട്ടുണ്ട്. അയ്യോ, അതിന് ഞാനങ്ങനെ ഹേർട്ടാക്കാൻ പറഞ്ഞതൊന്നും അല്ല. അപ്പോഴത്തെ ആ ഒരു ഷോക്കും പിന്നെ ആ ഒരു ഇതില് അങ്ങ് പറഞ്ഞു പോയതാ. എന്താ പറഞ്ഞതെന്ന് തന്നെ എനിക്കിപ്പോൾ ഓർമ്മയില്ല. അല്ലെങ്കിലും അവനല്ലാതെ വേറെ ആരെങ്കിലും ഞാൻ പറയുന്ന പൊട്ടത്തരം കേട്ട് സെറ്റ് അടിച്ചിരിക്കോ? ഞാനെന്ന് അവനെ പോയി കാണട്ടെ. എന്തോന്നിത്? ഇവളിത്രേ ഉള്ളല്ലേ? ആ, അതങ്ങനാ. അവൾക്ക് ദേഷ്യം വന്നാൽ കൂടിപ്പോയ ഒരു 5-6 മിനിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സംഭവമേ അവളുടെ മൈൻഡിലുണ്ടാവില്ല. അതാണ് ഞങ്ങളുടെ ആമിയുടെ സ്പെഷ്യാലിറ്റി. ആഹാ, വണ്ടർഫുൾ. ഡാ ജീവ. എന്താടാ? ഡാ ജീവ, നമ്മുടെ അതുല്. അതില് അവനെന്താടാ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അവന് വിശക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പൈസയില്ല, നിന്റെ അടുത്തുണ്ടോ ചോദിക്കാവുന്നതാ. ഉണ്ടോടാ? ഓ, ഇതായിരുന്നോ? ഞാനങ്ങ് പേടിച്ചുപോയി. അല്ല, വിശപ്പ് അവനാണോ അതോ നിനക്കോ? അങ്ങനെ ചോദിച്ചാ അതെനിക്കും പിന്നെ കുറച്ചവനും. ദാ നടക്ക്. സ്റ്റെല്ല, ആദം, ഞങ്ങൾ പോവാണ്. ഓക്കേടാ. നമുക്ക് ഫെലീനെ ആമീനെ പോയി നോക്കിട്ട് വരാം. അപ്പം ശരിടാ, എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ ക്ലാസ്സിൽ പോട്ടെ. പിന്നെ എൻ്റെ ചെക്കൻ ഇനിയും അത് ആലോചിച്ച് സെഡ് അടിച്ചിരിക്കല്ലേ, കേട്ടല്ലോ? ഓ ആയിക്കോട്ടെ, നീ ക്ലാസ്സിൽ കയറാൻ നോക്ക്, എനിക്കും ക്ലാസ് ഉണ്ട്, ഞാനും പോവാം. ഓക്കെ, എന്നാൽ ശരി, ബൈ, ഈവനിങ് കാണാം. ഫെലി, ആമി ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? നിനക്ക് എന്താ ക്ലാസ്സിലേക്കൊന്നും വരണ്ടേ? ഇങ്ങനെ കറങ്ങി നടന്നാ മതിയോ? ഇനി വന്ന് നെക്സ്റ്റ് പീരീഡ് ലാബ് ഉണ്ട്, അതങ്ങാനും മിസ്സായാ നീ തീർന്ന്. വേഗം വാ. എന്തിത്? ഇവൾക്ക് ഭ്രാന്തായതാണോ അതോ എനിക്കാണോ? ചേടാ, ഇനിയും എന്താണ് ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇനി വന്നേ നീ.
ആ ഒന്നുമില്ല. ഷോക്കാവണ്ട ബ്രോ, അവളെപ്പോഴും ഇങ്ങനെ തന്നെ, ഒരു പിരി ലൂസാ, അത് നിനക്കറിയാലോ. അതെ, എന്നാലും ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല. എന്തോന്നടാ ഇത്? ഡാ ജൂനിയർ അളിയ. ഏ ആ നീയാ? നീ എന്താടാ ഇവിടെ? നിനക്കെന്താ ഞങ്ങളുടെ കോളേജ് കാര്യം? ഹലോ, ഇത് എൻ്റെയും കൂടെ കോളേജാണ്. ആഹാ, അതെപ്പ തൊട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നിന്റെ കോളേജ് ആണ് അല്ല ആയിരുന്നു. അത് 2025, ഇത് 2026. വർഷം മാറ്റമാണ് മോനെ. അതിന് ഈ കോളേജായിട്ട് ഇപ്പം നിനക്ക് ഒരു കണക്ഷനും ഇല്ല. ഏ അങ്ങനെ പറയല്ലേ, കണക്ഷനൊക്കെ ഉണ്ട്. ഓ ആയിക്കോട്ടെ. ആ കണക്ഷന് വെച്ച് ഇപ്പം ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണാവോ? ഡാ എൻ്റെ പെങ്ങളെ കണ്ടോ? ആര്? അത് ശരി, എനിക്കിവിടെ 10-20 പെങ്ങന്മാരുണ്ടല്ലോ അല്ലേ? അതറിയില്ല. പക്ഷേ കഴിഞ്ഞ വർഷം നീ പെങ്ങളേന്ന് വിളിച്ച് മനസ്സ് വേദനിപ്പിച്ച നിന്റെ ഒരു പെങ്ങൾ ഇതാ വരുന്നു. അയ്യോ, ഇവളിവിടെ ഉണ്ടായിരുന്നോ? അല്ലാതെ പിന്നെ ഇവളെവിടെ പോവാൻ? ഷേ, അത് ശരിയല്ലേ. ഹാ, അപ്പൊ ശരി. നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടി സംസാരിച്ചിരിക്കെ ഞാൻ പോയ എൻ്റെ പെണ്ണിനെ ഒന്ന് കാണട്ടെ. അളിയ, എൻ്റെ മുത്തല്ലേടാ, മുങ്ങല്ലടാ, എന്നെ ഒന്ന് ഇവിടുന്ന് രക്ഷിക്ക്. അവൾ ഇവിടെ എത്തി, ഇനി രക്ഷിക്കാനൊന്നും പറ്റൂല. ആദർശേട്ടാ, ഏട്ടൻ എന്താ ഇവിടെ? ഏട്ടൻ എന്നെ ഓർമ്മയുണ്ടോ? അത് എനിക്കത്രക്കങ്ങ് ഓർമ്മയില്ല. ആദർശേട്ടാ, ഇത് ഞാനാ, നാൻസിയാ. ഏട്ടന് ഓർമ്മയില്ലേ? ആ നാൻസി, ഇപ്പൊ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. നോക്ക് കണ്ണേട്ടൻ. ഇവരെന്താ ഇവിടെ? ആർക്കറിയാം? നാൻസി അല്ലേ ഇത്? ആ അതെ. പാവേട്ടൻ അവളുടെ അടുത്ത് കുടുങ്ങിയതാന്ന് തോന്നുന്നു. നീ വന്നേ. ആദർശേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഏട്ടനെ എപ്പോഴും മിസ് ചെയ്യാറുണ്ടായിരുന്നു. കണ്ണേട്ടാ. ഓ, വന്ന കുരിച്ച്. ഏട്ടൻ വന്നിട്ട് കുറെ സമയമായോ? എന്നാ ഒന്ന് കോൾ ചെയ്യായിരുന്നില്ലേ? വേഗം വാ പോവാ. ഓ, നിങ്ങൾ സംസാരിക്കായിരുന്നല്ലേ? സോറി നാൻസി, കുറച്ച് തിരക്കുണ്ട്, ഞങ്ങൾ പോവാണേ. ആ ഇറ്റ്സ് ഓക്കെ ആർദ്ര, നിങ്ങൾ പോയിക്കോ. ആ പിന്നെ അശ്വിനേട്ടാ. ആ എന്താ നാൻസി? അതേട്ടാ, എനിക്കൊരു കാര്യം. അച്ഛേട്ടാ, നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക? ഇനി വന്നേ, സമയം പോകുന്നു. ഏ അയ്യോ, രക്ഷപ്പെട്ടു. അമ്മി, താങ്ക് യു മോളെ, നീ കറക്റ്റ് ടൈമിലാ വന്നത്. ആ താങ്ക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്താ ഇവിടെ? എന്ത് ചെയ്യാനാ, നിങ്ങളുടെ ഫ്രണ്ട്സിക്ക് പ്രാന്ത്. ഷേ അങ്ങനെ പറയല്ലേ. അങ്ങേർക്ക് ആഴ്ചക്കൊരു ദിവസം നിന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലടാ, അതുകൊണ്ടല്ലേ. പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങേർക്ക് വല്ല ഉറക്ക ഗുളികയും കഴിച്ച് കിടന്നുറങ്ങിയാ പോരെ? എന്തിനാ എന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? നിർത്ത്. അല്ല, എന്താ പ്രശ്നം? പ്രിൻസി എന്തിനാ ഏട്ടനെ വിളിച്ചേ? അങ്ങേര് പുരോഗമനം ഉണ്ടാക്കാൻ നടക്ക, അതിന് ഐഡിയ ചോദിക്കാൻ വിളിച്ചതാ. അതിനെന്തിനാ നിന്നെ വിളിച്ചേ? അതെന്താടി എനിക്കൊരു കുഴപ്പം? എന്റെ ഐഡിയ എന്താ? അടിപൊളിയല്ലേ? പിന്നെ ഭയങ്കര അടിപൊളിയല്ലേ. ആ നീ മിണ്ടരുത്. നീ ചെയർമാനാണെന്നും പറഞ്ഞിങ്ങനെ നടന്ന ഒരു പണിയും ചെയ്യണ്ട, എല്ലാത്തിനൂടെ ഞാനുണ്ടല്ലോ. ദേ, അളിയനാണ് സീനിയർ ആണെന്നൊന്നും ഞാൻ നോക്കില്ല. എൻ്റെ വായി തോന്നുന്ന എന്തെങ്കിലും വിളിച്ച് പറയും ഞാൻ. ആർട്സിൻ്റെ കഴിഞ്ഞപ്പോഴാണ് മനുഷ്യന് മര്യാദയ്ക്കൊന്ന് ശ്വാസം വിടാൻ പറ്റിയത്. അങ്ങേർക്ക് റിട്ടയർ ആകുന്നതിന് മുമ്പ് അങ്ങേര് പോകുന്ന എല്ലാ കോളേജിനും പുരോഗമനം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് നടക്കാം. അതിന് ഇഞ്ഞാർക്ക് എന്തായിരുന്നു ഇവിടെ ഇതിന് മാത്രം മല വരയ്ക്കുന്ന പണി? എല്ലാ പണിയും എന്നെ കൊണ്ടല്ലേ ജീവിച്ചേ. ആയിക്കോട്ടെ, പുരോഗമനം ഉണ്ടാക്കോ പുതുക്കി പണിയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അതിന് എന്നെ എന്തിനാ ഈ കഷ്ടപ്പെടുത്തുന്നേ? ഓൾഡ് ചെയർമാനല്ലേ, അനുഭവിച്ചോ. പോടാ. എന്തായാലും ഈ ആഴ്ചയും കൂടിയല്ലേ ഉള്ളൂ, അതോർത്ത് സമാധാനിക്കാം. ആ എന്നാ മക്കള് പോയി പഠിക്ക്, ചേട്ടൻ പോട്ടെ. അയ്യോ കണ്ടട്ടാ, ഞാനും വരുന്നുണ്ട്. നിനക്ക് ക്ലാസ് ഇല്ലേ? എനിക്ക് ക്ലാസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാനിനി അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ നിന്നെ കണ്ടത്. ഇനി ഞാനും വരുന്നു, എന്നെയും കൊണ്ടുപോ. ശരി. എന്നാ വാ പോവാം.
അല്ല കണ്ണേട്ടാ, ഏട്ടൻ എവിടെയോ അർജന്റായിട്ട് പോവാനുണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞോ? എനിക്കെവിടെ പോവാൻ? ഡാ, നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ലേ നാൻസി വന്നത്. നിനക്ക് ഓർമ്മയില്ലേ? നീ ഇനി ഇവളെ വീട്ടിൽ കൊണ്ട് വിട്ട് അവിടെ എത്തുമ്പോഴേക്കും കുറേ ലേറ്റ് ആവില്ലേ? ഓ ആ, ഇപ്പോഴാ ഓർമ്മ വന്നത്. ഞാൻ പെട്ടെന്ന് അതങ്ങ് മറന്നുപോയി. ആമി, ഞാൻ വീട്ടിലോട്ടല്ല, എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അയ്യോ, അപ്പൊ ഞാൻ എങ്ങനെ വീട്ടിൽ പോവും? അത് നിന്നെ അശ്വൻ കൊണ്ട് വിട്ടോളൂ. അത് ശരിയാവില്ല ഏട്ടാ. അയ്യോ, ടൈമില്ല, ഇപ്പൊ തന്നെ ലേറ്റായി. എനിക്ക് സ്റ്റെല്ലയോട് കുറച്ച് സംസാരിക്കാനുണ്ട്, എന്നിട്ട് വേണം പോവാൻ. ഡാ അച്ചു, നീ ഇവളെ വീട്ടിൽ കൊണ്ടുവിടില്ലേടാ? ആടാ, ഞാൻ കൊണ്ടുവിട്ടോളാം. ഓക്കേടാ. സ്റ്റെല്ല, നീങ്ങ വന്നേ. കണ്ണേട്ടാ, പോവല്ലേട്ടാ. അപ്പൊ പിന്നെ എങ്ങനാ പോവല്ലേ? അയ്യടാ, ഞാനൊന്നുമില്ല തന്റെ കൂടെ. ഉം? അല്ല, ഏട്ടന്റെ കൂടെ. മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് വരുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ തൂക്കിയെടുത്തുകൊണ്ട് കാറിലിടാൻ എനിക്കറിയാം. വേണോ? എന്നോട് ആരും ചോദിക്കില്ല. ഓ വേണ്ട, ഞാൻ വരുന്നു. അങ്ങനെ വഴിക്ക് വാ. അപ്പം നല്ല കുട്ടിയായിട്ട് പോയി ബാഗ് എടുത്തിട്ട് വാ, ഞാൻ പോയി കാർ എടുത്തിട്ട് വരാം. പിന്നെ അതുവഴി അങ്ങ് മുങ്ങാന്ന് മോള് വിചാരിക്കണ്ട, നിനക്കെന്നെ അറിയാലോ. സ്റ്റെല്ല, എന്താണ് ഏട്ടാ? വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് മടുത്തടോ. ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോവാ ഞാൻ. അപ്പൊ ഏട്ടൻ ലണ്ടനിലേക്ക് പോവാണോ? എപ്പോഴാ പോന്നെ? നെക്സ്റ്റ് വീക്ക് ലണ്ടനിലേക്ക് പോകണം. എന്നിട്ട് ആകാശേട്ടൻ്റെ കൂടെ നടന്ന് എല്ലാം ഒന്ന് മനസ്സിലാക്കി ഒന്ന് സെറ്റാക്കി വെക്കണം. എന്നിട്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞ് പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും പെട്ടിയും ബാഗും ഒക്കെ തൂക്കി പിന്നെയും പോവും. പിന്നെ എപ്പോഴാണ് ഇങ്ങോട്ട് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. ലണ്ടനിൽ പോയ ഏട്ടനെ പോലെ അനിയനും പിന്നെ കേരളത്തിലേക്ക് ഉണ്ടാവില്ല അല്ലേ? ഏയ്, ഞാൻ ഏട്ടനെ പോലെ ആവാനോ? നോ വേ. എനിക്ക് ബോറടിക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരും. അതത്രയേ ഉള്ളൂ. അത് ശരി. പിന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. റെസ്പോൺസിബിലിറ്റി ഒക്കെ ആയി വരുമ്പോ കാണാം ഏട്ടനെ പോലെ തന്നെ ആവും അനിയനും. ശരിയാ താൻ പറഞ്ഞത്. എന്താവുമെന്നറിയില്ല. പിന്നെ നെക്സ്റ്റ് ഇയർ അശ്വിനും അങ്ങോട്ട് വരും. അത് ഞാൻ പറയാൻ മറന്നുപോയി. അശ്വിൻ എൻ്റെ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണർ മഹിയങ്കലിൻ്റെ മോനാ. ഓ, അതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞു. അതെങ്ങനെ? ആര് പറഞ്ഞു? വേറെ ആരും, ആമി പറഞ്ഞു. ഓ അങ്ങനെ. പിന്നെ 2 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലാസ് കഴിയില്ലേ, അപ്പം നിങ്ങളും വരുമല്ലോ. പിന്നെ കമ്പനിയിലും എൻ്റെ വീട്ടിലും സ്റ്റെല്ലക്ക് മാത്രമായിട്ടൊരു പൊസിഷൻ സ്റ്റെല്ലേനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അല്ല, ഏട്ടൻ അർജന്റായിട്ട് എവിടെ പോണെന്ന് പറഞ്ഞില്ലേ? പോകുന്നില്ലേ? ഞാൻ എവിടെ പോവാൻ? അശ്വിൻ ആമീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അതിനുവേണ്ടി അവനൊരു കഥ ഉണ്ടാക്കിയതാ. പിന്നെ ഞാനും അതങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അത്രേ ഉള്ളൂ. നല്ല ബെസ്റ്റ് ഏട്ടൻ. പിന്നല്ല, ഞാൻ രമോൻ. എന്തായാലും അവരൊരുമിച്ച് പോയിക്കോളും. താൻ വാ, ഞാൻ കൊണ്ടുവിടാം. അല്ലാതെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോവാനോ? അയ്യടാ, എന്നെ എന്തായാലും കൊണ്ടുവരണം. അയ്യോ, ഞാൻ കൊണ്ടുവിട്ടോളാവേ. പറ, എങ്ങോട്ടാ? എന്ത്? എങ്ങോട്ടേക്കാ പോവണ്ടേന്ന്? കുതിരവട്ടത്തേക്ക്. നിനക്ക് പറ്റിയ സ്ഥലമാ. പക്ഷേ അവിടെ നമുക്ക് പിന്നെ പോവാം. ഇപ്പൊ വേറെ എവിടെയെങ്കിലും പോവാം. അയ്യടാ, എനിക്ക് എവിടെയും പോണ്ട, വീട്ടിൽ പോയാ മതി. ഷെടോ, എന്തോന്നിത്? വീട്ടിലൊക്കെ പോവാന്നേ. ഇപ്പൊ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പൊ എവിടെയാ പോകണ്ടേന്ന് എൻ്റെ അമ്മി പറ. എനിക്ക് എവിടെയും പോവണ്ട, വീട്ടിൽ പോയാ മതി. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിട്. അയ്യടി, അത് നടക്കില്ല. നിനക്കിഷ്ടമുള്ള സ്ഥലത്ത് പോവാന്ന് വിചാരിച്ചേ. ഇനി എന്തായാലും ഞാൻ തീരുമാനിക്കാം. അശ്വനേട്ടാ. എന്തോ? അയ്യോ, നാട്ടുകാരെ ഓടിവായോ, എന്നെ തട്ടിക്കൊണ്ട് പോകുന്നേ. ഡിഡി മിണ്ടാതിരിക്കടി. ഇല്ല, ഞാൻ ഇനി ഒച്ചയുണ്ടാക്കും. നാട്ടുകാരെ ഓടിവായോ. മിണ്ടാതിരുന്നു, വായിൽ ഞാൻ വല്ല തുണിയും തിരികെ കയറ്റും. ഓഹോ, എന്നാ ഞാൻ ഇനിയും ബഹളം വെക്കും. ഓ, നീ ബഹളം വെക്കോ? ഞാൻ ബാക്കി പറ. നല്ല കുട്ടിയായിട്ടിരിക്കുവോ? ഇല്ല. അയ്യോ അല്ല, നല്ല കുട്ടിയായിട്ടിരുന്നോളാം. അതാണ് എൻ്റെ ആർദ്ര. അങ്ങനെ വഴിക്ക് വാ മോളെ.
ഇവിടെ? ഇവിടെ വിലക്കുറവിൽ ഡ്രസ്സ് വെക്കുന്നുണ്ടെന്ന് കേട്ട് വാങ്ങാൻ വന്നതാ. ഇവിടെയോ? ആ അതെ, കുറച്ച് ടവല് വാങ്ങി വെക്കാം. പോകുന്ന വഴിക്ക് നിനക്ക് ബഹളം വെക്കാൻ തോന്നിയാ വായിൽ കുത്തി കയറ്റണ്ടേ? നടക്കങ്ങോട്ട്. നീ പോടപ്പരാന്താ. എന്ത്? ഒന്നുമില്ല. ആ പറ, എന്താ കഴിക്കാൻ വേണ്ട? എനിത്തിങ്. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്താന്നറിയില്ല, നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കാൻ തോന്നുക. ആമി, ആമി, എന്താ? I really love you, Di. I love you so much.